അപ്പോൾ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് കമ്പോസിഷൻ ഓഫ് ക്ലാസിക്കൽ റിലേഷൻസ്. അപ്പൊ ഇതെന്ന് പറയുന്നത് ദിസ് ഇസ് മെയിൻലി മെൻ ഫോർ ദ കമ്പോസിഷൻ ഓഫ് റിലേഷൻഷിപ്പ്. അപ്പോ till now we have discussed about just relationship. നമ്മൾ ഇതുവരെ ഫസി റിലേഷൻസിനെ കുറിച്ചല്ല പറഞ്ഞു വരുന്നത്, ജനറൽ റിലേഷൻസിന്റെ ഒരുപാട് കാര്യങ്ങളാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, അപ്പൊ ഇത് കഴിഞ്ഞിട്ടപ്പോ ഇത് ജനറലിന്റെ ഒരുപാട് പ്രോപ്പർട്ടീസും ഓപ്പറേഷൻസും കമ്പോസിഷനും ഡൊമൈനും റേഞ്ചും ഒക്കെ കണ്ടുപിടിച്ചാലേ അത് കണ്ടുപിടിക്കാൻ അറിയാമെങ്കിൽ നമുക്ക് ഫസി സെറ്റിലോട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പൊ കമ്പോസിഷൻ എന്ന് പറയുന്നത് അതായത് നമുക്ക് രണ്ട് ബൈനറി റിലേഷൻസ് ഉണ്ട്. ഓക്കെ, വി ഹാവ് ഗിവൺ എ 2 ബൈനറി റിലേഷൻഷിപ്പ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് വി ഷുഡ് ഗെറ്റ് എ സിംഗിൾ കമ്പാറ്റബിൾ ബൈനറി റിലേഷൻഷിപ്പ്. അന്നേരം നമ്മൾ ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്യും. അതിനെയാണ് കമ്പോസിഷൻ എന്ന് പറയുന്നത്. സോ വി ഹാവ് ഗിവൺ എ 2 കമ്പാറ്റബിൾ ബൈനറി റിലേഷൻഷിപ്പ് ആൻഡ് ഇറ്റ് ഷുഡ് ബി ഫോംഡ് ടു 1 ബൈ യൂസിങ് എ സർട്ടൻ പെർട്ടിക്കുലർ ഓപ്പറേഷൻ. Then it is called as a composition. Okay, അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ അല്ല, അതിന്റെ ഒരു ഡെഫിനിഷൻ ആണ്. ലെറ്റ് R be a relation that maps the element x to y. അപ്പൊ എക്സും വൈയും രണ്ട് റിലേഷൻഷിപ്പ് ഉണ്ട്. ജസ്റ്റ് see that x is related to y. Okay, so R will be a relation from x to y. അതായത് ഇവിടെ x cross y, x Cartesian product of y ആണ് R എന്ന റിലേഷൻ. And also S be the relation that maps the element from y to z. Y cross z എന്ന് പറയുന്ന ഒരു റിലേഷൻഷിപ്പിനെ മാപ്പ് ചെയ്യുന്നത് S ആണ്. ഓക്കെ, അപ്പൊ R and S are compatible if R is a subset of x cross y and S is a subset of y cross z. Okay, അപ്പോൾ the composition is denoted as R composition S. R O S O അല്ല, ഇതൊരു ബട്ടൺ പോലത്തെ ഒരു സിമ്പിൾ ആണ്, R O S. ഓക്കെ, we can consider an example. Okay, consider the set X will contain A1, A2, A3, Y will contain B1, B2, B3, and Z will contain C1, C2, C3. So, while we have mapped, so I am saying that X is a relation that maps the element X to Y and S is a relation that maps the element Y to Z. അപ്പോൾ ആദ്യം X, Y ഒരു റിലേഷൻ ആണ് R കാണിക്കുന്നത്, Y, Z എന്ന റിലേഷൻ ആണ് S കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ എക്സ് ക്രോസ് വൈ എന്ന് പറയുന്നത് റിലേഷൻ എഴുതി. അപ്പൊ A1, A2, B1, B2, C1, C2 ഇത്. അപ്പൊ A1, B1, A1, B2, A1, B3, A2, B1, A2, B2, A2, B3, A3, B1, A3, B2, A3, B3. ഇതെല്ലാം ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇനി അതുപോലെ വൈ ക്രോസ് Z എന്ന് പറയുന്നത് ഇതുപോലെ ഇവർ രണ്ടുപേരും ആയിരിക്കും. ഓക്കെ, അതെന്ന് പറയുന്നത് B1, C1, B1, C2, B1, C3, B2, C1, B2, C2, B2, C3, അതുപോലെ B3, C1, B3, C2, B3, C3. ഓക്കെ, അപ്പൊ ദെൻ ദ കമ്പോസിഷൻ എന്ന് പറയുന്നത് എസ്. അപ്പൊ ആർ കമ്പോസിഷൻ. അപ്പൊ ഇവിടെ കമ്പോസിഷൻ എടുത്തേക്കുന്നത് A1, C1 ആണ്. അതായത് ഇപ്പൊ ഇവിടെ A1 റിലേറ്റഡ് ടു B1 ആണ്. നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവേ, A1 B1 റിലേറ്റഡ് ആണ്. ഓക്കെ, അപ്പൊ അതുപോലെ A1 അപ്പൊ ഇത് B1 C1 എന്ന റിലേഷൻ ഉണ്ടാവണം. അതായത് ഇപ്പൊ ഇവിടെ ഉണ്ട് B1 C1 എന്ന റിലേഷൻ ഉണ്ട്. അപ്പൊ A1 is indirectly related to C1. അപ്പൊ നമ്മൾ അതാണ് എഴുതിയേക്കുന്നത്. അതുപോലെ A2 C3 എഴുതിയേക്കുന്നത്, അതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. A1 B3 സോറി എന്താ എഴുതിയിരിക്കുന്നത്, A2 C3 ആണ്. അപ്പൊ A2 B3 എന്ന റിലേഷൻഷിപ്പ് ഉണ്ട്, കണ്ടോ, A2 B3 എന്ന റിലേഷൻഷിപ്പ് ഉണ്ട്. ഇനി അടുത്ത എന്താണ്, അടുത്ത എവിടെയാണ്, B2 C3 എന്ന റിലേഷൻഷിപ്പ് ഉണ്ട്, കണ്ടോ. അപ്പൊ A3 C3 എന്ന റിലേഷൻഷിപ്പ് എഴുതാൻ എളുപ്പമാണ്. ഓക്കെ, അതുപോലെ A3 C2. അപ്പൊ ആദ്യം A3 C2 ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ A3 B2 എന്ന റിലേഷൻഷിപ്പ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് B3 C2 എന്ന റിലേഷൻഷിപ്പ് ഉണ്ട് അല്ലെ. അപ്പൊ A3 C2 എഴുതാൻ എളുപ്പമാണ്. അപ്പൊ അങ്ങനെയാണ് റിലേഷൻഷിപ്പ്. ഇത് ഞാൻ കുറച്ച് സെറ്റ് എഴുതിയിട്ടുള്ളൂ, ഒരുപാട് സെറ്റ് എഴുതാൻ പറ്റും കേട്ടോ. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ അതിന്റെ ഇലിസ്ട്രേഷൻ ആണ്. അതായത് വേറൊന്നുമില്ല, എക്സ് ഒരു കോളത്തിൽ, എക്സ് ഒരു ബോക്സില്, എക്സ് ഒരു ബബിളില്, വൈ ഒരു ബബിളില്, ഇസഡ് ഒരു ബബിളില്, 3 ബബിൾ ചെയ്തിട്ടുണ്ട്. ഇനി അതിൽ റിലേഷൻഷിപ്പ് കാണിക്കാനാണ്. നമ്മൾ ഈ ക്രോസ് എഴുതിയതുപോലെ റിലേഷൻഷിപ്പ് കാണിച്ചിരിക്കുന്നു എന്നേ ഉള്ളൂ. ഓക്കെ, next we are moving to the operators. Composition operators are of 2 types. There are 2 types of composition operators. They are max-min composition and max-product composition. രണ്ട് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്, max-min composition and max-product composition. First we will discuss about the max-min composition. Max-min composition is theoretically defined as R composition X. Okay, അപ്പൊ നമുക്ക് ഇതിന്റെ X, Z ആണ് എടുക്കുന്നത്. അതായത് X, Y അല്ല, X, Z റിലേഷൻ ആണ് എടുക്കുന്നത്. അപ്പൊ ഇതെന്താന്ന് വെച്ചാല്
R എന്ന റിലേഷൻ ഇന്റർസെക്ഷൻ വിത്ത് S എന്ന റിലേഷൻ. ഓക്കെ, ഇതിന്റെ രണ്ടിന്റെയും കൂടി മാക്സിമം ആണ് എടുക്കുന്നത്. R മിനിമം, S മാക്സിമം. ഓക്കെ, അതാണ് അതിന് മാക്സ് മിൻ കമ്പോസിഷൻ. ദാറ്റ് ഇസ് മാക്സ് മിൻ കമ്പോസിഷൻ. അപ്പൊ മാക്സ് പ്രോഡക്റ്റ് എന്തായിരിക്കും? We will multiply this both the relation and then we will take the maximum of that particular relation. Okay, ഇത് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഫോർമുല പഠിക്കാനാണുള്ളത് കേട്ടോ, റിലേഷൻസിന്റെ ഒക്കെ. Okay, next we are moving on to the properties of composition operator. There are three properties. എന്തൊക്കെയാണ്? Associative, commutative and inverse. Associative എന്ന് വെച്ചാൽ R into S into M എന്ന് പറയുന്നത് R into S into M. Okay, അത് തിരിച്ചെഴുതുന്നത് പോലെ. That do you mean by associative? Commutative എന്ന് വെച്ചാൽ A star B is equal to B star A. That we have already studied അല്ലേ? അത് തന്നെയാണ്. R composition S is equal to S composition R. അതുപോലെ ഇൻവേഴ്സ് എന്താണ്? R composition S the whole inverse will be equal to S inverse composition R inverse. Okay. Next one is fuzzy relations. Next we are moving on to the fuzzy relations. അപ്പൊ ഇപ്പൊ ഇത്രയും നേരം നമ്മൾ പഠിച്ചത് fuzzy relations ആണ് നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരുന്നത്. Okay, sorry, relations ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. So next we are moving on to the fuzzy relations. Then what is the topic? ഇതിന്റെ അകത്ത് നിങ്ങൾ റിലേഷൻഷിപ്സിൽ പഠിച്ച എല്ലാ കാര്യങ്ങളും fuzzy relationsനകത്ത് പഠിക്കാനുണ്ട്. Okay, അപ്പോൾ fuzzy relations എന്ന് പറഞ്ഞാൽ what do you mean by a fuzzy relation? And this will relate to an element that is one in a universe. അത് നമ്മൾ എങ്ങനെ റിലേറ്റ് ചെയ്യും? We will relate it with the Cartesian product of the two numbers in the universe. അതുകൊണ്ടാണ് it is called as a fuzzy. Fuzzy എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, ഒരു കോൺസ്റ്റന്റ് സെറ്റ് അല്ല നമുക്ക് fuzzy എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് this is mainly based on the concept that everything is related to some other one. അപ്പോൾ ഒന്ന് മറ്റൊന്നിൽ റിലേറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് fuzzy എന്ന് പറയുന്ന കോൺസെപ്റ്റ് പറയുന്നത്. ഇനി നമുക്ക് കാർട്ടീഷ്യൻ പ്രോഡക്റ്റിന്റെ ഒരു എക്സാമ്പിൾ നോക്കാം. അപ്പൊ x1 x2 എക്സെട്ര അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫസിയിൽ എഴുതുമ്പോൾ നമ്മൾ μr മെമ്പർഷിപ്പ് ഫംഗ്ഷൻസിനാണ് ഡിഗ്രി എഴുതുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഡിവൈഡ് ചെയ്യുന്നു വെച്ചാൽ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് വിൽ ബി കണ്ടോ fuzzy relation of x1 x2 etc up to xn by x1 etc up to xn where xi is an element of xi. Each individual is an element of total element ആയിട്ടും തന്നിട്ടുണ്ടാവുക. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഫസി മെട്രിക്സ് ആണ്. അപ്പൊ ഹൗ വിൽ യു റിലേറ്റ് ഫസി മെട്രിക്സ്? അപ്പൊ നമുക്കിപ്പോ എന്തൊരു ക്വസ്റ്റ്യൻ തന്നാലും നമുക്ക് ഫസി മെട്രിക്സിനെ കുറിച്ച് നമ്മൾ എഴുതണം. അപ്പൊ ഇതെല്ലാം എന്താണ്? മെമ്പർഷിപ്പ് ഫംഗ്ഷനെ റിലേറ്റ് ചെയ്തുകൊണ്ടാണ് ഫസി മെട്രിക്സ് വരുന്നത്. അപ്പൊ ദിസ് മെട്രിക്സ് ക്യാൻ ബി ഇതെന്ന് പറയുന്നത് ജനറലി എ മെട്രിക്സ് ഫോം ആയിരിക്കും. ഒരു ഫസി റിലേഷൻ അപ്പൊ രണ്ട് എലമെന്റ്സ് തന്നിട്ടുണ്ടെങ്കിൽ ആ രണ്ടിന്റെ ഒരു റിലേഷൻ കാണിക്കുന്നത് വിത്തിൻ ദ യൂസ് ഓഫ് എ മെമ്പർഷിപ്പ് ഫംഗ്ഷൻ. അത് വെച്ചായിരിക്കും നമ്മുടെ റിലേഷൻഷിപ്പ് കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ ദാറ്റ് ഇസ് R is equal to this is the formula. അതായത് ഇതൊരു മെട്രിക്സ് ആണ്. അതായത് ഒരു മെട്രിക്സ് ഫോമിൽ ആയിരിക്കും നമ്മൾ ഈ ഫസി മെട്രിക്സിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അതായത് മെമ്പർഷിപ്പ് ഫംഗ്ഷൻ ഓഫ് x1 എലമെന്റ്, ഫസ്റ്റ് എലമെന്റ് മെമ്പർഷിപ്പ് ഫംഗ്ഷൻ, സെക്കൻഡ് എലമെന്റ് മെമ്പർഷിപ്പ് ഫംഗ്ഷൻ, തേർഡ് എലമെന്റ് മെമ്പർഷിപ്പ് ഫംഗ്ഷൻ, അടുത്ത എലമെന്റ് മെമ്പർഷിപ്പ് ഫംഗ്ഷൻ. അതായത് x1 y1, അടുത്ത x1 y2. ഇത് x എന്ന റോയും y എന്ന കോളവുമാണ്. ഓക്കെ, സോ ദ മെട്രിക്സ് റെപ്രസെന്റിംഗ് എ ഫസി റിലേഷൻ ഇസ് കോൾഡ് ആസ് എ ഫസി മെട്രിക്സ്. അതായത് ഫസി വെച്ച് എഴുതുന്നത് കൊണ്ടാണ് നമ്മൾ അതിനെ ഫസി മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഇതിന്റെ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫസി മെട്രിക്സ് വരുന്ന ഒരു എക്സാമ്പിൾ. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഒരു ഫസി മെട്രിക്സ് വരുന്നത്. ഇപ്പൊ x1 x2 ഇപ്പൊ ഇതിന് റിലേഷൻഷിപ്പ് ഒന്നുമില്ല, ജസ്റ്റ് ഞാൻ മെട്രിക്സ് മെൻഷൻ ചെയ്തു എന്നേ ഉള്ളൂ. അപ്പൊ ഈ 0.2 0.3 ഒക്കെ കണ്ടോ, അത് ഫസി വാല്യൂ ആണ്. അപ്പൊ x1 എന്ന് പറയുന്നതിനകത്ത് 0.2 റിലേഷൻ ഉണ്ട്. x1 x2 അത് റിലേഷൻ ഇല്ല. x1 x3 അത് റിലേഷൻ ഉണ്ട് 0.5. അതുപോലെ x1 x4 അത് റിലേഷൻ ഉണ്ട് 0. അതുപോലെ x2 x1 റിലേഷൻ ഉണ്ട് 0. x2 x2 റിലേഷൻ ഉണ്ട് 0.3. അതുപോലെ x2 x3 ഉണ്ട് 0.7, x2 x4 ഉണ്ട് 0.8. അതുപോലെ x3 x1 0.1, x3 x2 no relationship, that is mean by 0. x3 x3 എന്ന് പറഞ്ഞാൽ 0.4 and x3 x4 എന്ന് പറഞ്ഞാൽ 0. അതുപോലെ x4 x1 0 no relationship, x4 x2 0.6, x4 x3 0, അതായത് no relationship is mentioned and x4 x4 as 1. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ ഫസി മെട്രിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ.